ഇന്ന് BJPയുടെ കോർ കമ്മിറ്റി യോഗം നടക്കേണ്ടിയിരുന്നതും നിശ്ചയിച്ചിരുന്നതും BTHൽ വെച്ചാണ്. മുൻകൂട്ടി അനുവാദം വാങ്ങി എല്ലാ പ്രോട്ടോക്കോളുകളും വിധേയമായി നിയമാനുസൃതമായി എല്ലാ മുൻകൂട്ടിയുള്ള അനുവാദവും വാങ്ങി ഇന്ന് യോഗം ചേരാനാണ് നിശ്ചയിച്ചത്. അതനുസരിച്ചുള്ള ഒരുക്കങ്ങളെല്ലാം പാർട്ടി നടത്തിയിരുന്നു. പക്ഷേ വളരെ പെട്ടെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും കേരള സർക്കാരിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് BJPയുടെ കോർ കമ്മിറ്റി യോഗത്തിന് വിലക്ക് കൽപ്പിച്ചു. ഇന്നലെ തന്നെ നിയമാനുസൃതം ഒരു യോഗത്തിന് എടുക്കേണ്ട അനുവാദവും എല്ലാം വാങ്ങി രജിസ്റ്റർ ചെയ്ത് മറുപടിയും കിട്ടി. അങ്ങനെ യോഗം നടത്താൻ തീരുമാനിച്ച് അതിനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയപ്പോഴാണ് വളരെ പെട്ടെന്ന് കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു വിലക്കുണ്ടായത്. ഇത് വാസ്തവത്തിൽ എല്ലാ കീഴ്വഴക്കങ്ങളും ലംഘിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ഭരണഘടനാദത്തമായുള്ള എല്ലാ മൗലികമായ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ധ്വംസിച്ചുകൊണ്ടാണ് കേരള സർക്കാർ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇത് BJPയോട് മാത്രം കാട്ടുന്ന നിഷേധാത്മകമായ നയമാണ്, പക്ഷപാതപരമായ സമീപനമാണ്. പ്രവർത്തന സ്വാതന്ത്ര്യം, ഭരണഘടനാദത്തമായ അവകാശം, നിയമാനുസൃതം കോവിഡ് മഹാമാരിയുടെ പേരിൽ നടപ്പാക്കിയിരിക്കുന്ന പ്രോട്ടോകോൾ എല്ലാം അനുസരിച്ചും ഒരു യോഗം നടത്താൻ പോലും BJP അനുവദിക്കില്ല. ഈ കേരളത്തിലെ ഏറ്റവും പാർട്ടിയുടെ പരമോന്നതമായ ഒരു യോഗം, അതും 10-11 പേർ മാത്രം കൂടിയിരുന്ന ഒരു യോഗം നടത്താൻ പോലും അനുവദിക്കില്ല എന്ന നിലയിലേക്ക് കേരള സർക്കാർ, CPM അവർ അവരുടെ കരുനീക്കങ്ങളെല്ലാം പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണിത്. കഴിഞ്ഞ കുറേ നാളുകളോളമായി ഭാരതീയ ജനതാ പാർട്ടിയെ കുത്തിക്കീറി വലിക്കുകയാണ്, വളഞ്ഞിട്ടാക്രമിക്കുകയാണ്. ചില മാധ്യമങ്ങളും CPM കോൺഗ്രസും അങ്ങനെ ചില തൽപര കക്ഷികളും എല്ലാവരും ഏതു വിധേനയും BJPയെ കേരളത്തിൽ തച്ച് തകർത്ത് ഒരു എതിർ ശബ്ദം അവർക്കാർക്കും ഉണ്ടാകാതിരിക്കാൻ ഉള്ള രാഷ്ട്രീയ കരുനീക്കങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബഹുജനാടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് തെളിയിച്ചിട്ടുണ്ട്. LDFനും UDFനും എതിരായിട്ടുള്ളൊരു വലിയ ജനശക്തി ആണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. ആ തരത്തിൽ ഒരു ജനവിധി അവർ നൽകിയിട്ടുണ്ട്. 9 സ്ഥലങ്ങളിൽ 2ാം സ്ഥാനം നേടിയെടുത്തിട്ടുണ്ട്, 9 നിയോജക മണ്ഡലം. അത്തരത്തിൽ ഒരു ബഹുജന അടിത്തറയും പിന്തുണയും സമാർജിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ കക്ഷി ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമാധാനപരമായി ഒരു രാഷ്ട്രീയ പ്രവർത്തനം പോലും നടത്താൻ അനുവദിക്കില്ല എന്ന് CPM നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫാസിസമാണ്. CPM ഫാസിസ്റ്റ് നയമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏകാധിപത്യ പ്രവണതയാണ്, ജനാധിപത്യത്തെ കഴിച്ച് ഞെരിച്ച് കൊല്ലുകയാണ്. കൊടകരയിൽ അവിടെ പണം കവർച്ച ചെയ്യപ്പെട്ടത് സംബന്ധിച്ച് ഇവിടെ കേസുകൾ നടക്കുകയാണ്. ആ കേസിലെ പ്രതികളാരാണ്? CPMകാരും CPIക്കാരുമാണ്. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? അവരെ ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ ഫോൺ കോൾ ലിസ്റ്റുകൾ പരിശോധിച്ച് അവരെ ആ ലിസ്റ്റിലുള്ള ആൾക്കാരുമായിട്ട് പോലീസ് എന്തുകൊണ്ട് ബന്ധപ്പെടുന്നില്ല? അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഗൂഢാലോചന, കരുനീക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ ഒക്കെ എന്തായിരുന്നു എന്ന് ജനങ്ങളോട് പറയേണ്ട ബാധ്യത സർക്കാരിനില്ലേ? പോലീസ് അത്തരത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടോ?
ഇല്ലല്ലോ. ഇവിടെ പരാതിക്കാരനായിട്ടുള്ള ധർമ്മരാജൻ എന്ന് പറയുന്ന ഒരാൾ, അയാൾ പരാതിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ കോൾ എല്ലാം പരിശോധിച്ച് ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ അവരെ എല്ലാവരെയും തേടിപ്പിടിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? കേസ് തെളിയിക്കണമെന്നുള്ളതല്ല. ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കേസ് സംബന്ധിച്ചുള്ള തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ശ്രമിക്കേണ്ടത്. അതല്ല അവിടെ മാറ്റിവെക്കുക. ആ കേസിലെ പ്രതികൾക്ക് അതിലെ പലരും CPM-ന്റെ ഉന്നത നേതാക്കന്മാരുമായിട്ട് ബന്ധമുള്ളവരാണ്. CPI-യുടെ MLA ഉൾപ്പെടെയുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരുമായി അടുത്ത ബന്ധമുള്ളവരാണ്. എന്താ അവരെക്കുറിച്ചൊന്നും ഇന്ന് പുറം ലോകത്തോട് വെളിപ്പെടുത്താൻ പോലീസ് എന്തിനു മടി കാണിക്കുന്നു? അതേസമയം ധർമ്മരാജൻ, അത് അയാൾക്ക് ഭാരതീയ ജനതാ പാർട്ടി ആയിട്ട് അനുഭാവമുള്ളതുകൊണ്ടും അടുത്ത രീതിയിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് ചില ജോലികൾ ഏൽപ്പിച്ചിരുന്നു. പോൾപോസ്റ്റ് സംബന്ധം എത്തിച്ചു കൊടുക്കുന്ന കുറേ ജോലികൾ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ പരാതിക്കാരനായിട്ടുള്ള ആ ധർമ്മരാജൻ ആരെയൊക്കെ ഫോൺ വിളിച്ചിട്ടുണ്ടോ അവരെ എല്ലാവരെയും തേടിപ്പിടിച്ച് ഈ തരത്തിൽ ഒരു പക്ഷപാതപരമായ BJP-യെ നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടുകൂടി കേസ് അന്വേഷണം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ആർക്കു വേണ്ടിയാണ്? കുറ്റം ചെയ്തവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനാണോ? അല്ല. ഇപ്പോൾ കേസ് അന്വേഷിച്ച് ഇപ്പോൾ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റിൻ്റെ മകനെ വരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് ഇന്ന് രാഷ്ട്രീയ പാർട്ടി സ്വതന്ത്രമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന, നിയമവിധേയമായി ജനാധിപത്യ മാർഗത്തിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ദേശീയ രാഷ്ട്രീയ കക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയെ ഒന്നാകെ തന്നെ അവഹേളിച്ച് ജനമധ്യത്തിൽ ഇന്ന് കരുതേച്ച് കാണിച്ച് ഒറ്റപ്പെടുത്തി നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ചോദിക്കുന്നു, BJP-യുടെ കള്ളപ്പണത്തിൻ്റെ കേസുകളൊക്കെ ഉറവിടം എവിടെ? ആ കള്ളപ്പണം എവിടെ? ഇത് ചോദിക്കാൻ ഉള്ള ധാർമ്മികമായ അവകാശം കോടിയേരി ബാലകൃഷ്ണനുണ്ടോ? കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ പച്ചക്കറി കച്ചവടവും മത്സ്യവ്യാപാരവും ഒക്കെ നടത്തിയ പണമാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? കള്ളപ്പണത്തിൻ്റെ ഉറവിടം എവിടെ എന്ന ചോദ്യം കോടതി ഉന്നയിച്ചപ്പോൾ ഉത്തരം കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നതുകൊണ്ടല്ലേ ഇപ്പോൾ ജാമ്യം കിട്ടാതെ പോയി നിൽക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ BJP-ക്കെതിരെ അവഹേളനപരമായ പ്രസ്താവനകൾ നടത്തുമ്പോൾ, സത്യവുമായി പുലബന്ധം പോലുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, സ്വന്തം കാര്യങ്ങൾ മറച്ചുവെച്ചുകൊണ്ട് മൂടിവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ നടത്തിയാൽ ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ഇതൊന്നും അറിയാൻ പാടില്ല എന്ന് വിചാരിക്കരുത്. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ഒറ്റതിരിഞ്ഞാക്രമിച്ച് അദ്ദേഹത്തെ ബഹുജന മധ്യത്തിൽ ഒരു പരിഹാസ്യ പാത്രമാക്കി മാറ്റിയെടുക്കാൻ നടത്തുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ശ്രമം ഒരിക്കലും വിലപ്പോവില്ല. പാർട്ടി ഒന്നടങ്കം ഇന്ന് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഈ തരത്തിൽ ഒറ്റതിരിഞ്ഞ് നേതാക്കന്മാരെ ആക്രമിച്ച് അവരെ അപകീർത്തിപ്പെടുത്തി ഏതെങ്കിലും വിധത്തിൽ പാർട്ടിയെ ഛിന്നഭിന്നമാക്കാം എന്ന് വിചാരിക്കേണ്ടതില്ല. എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഈ ഒരു വെല്ലുവിളിയെയും ഭീഷണിയെയും നേരിടാൻ ഇന്ന് സജ്ജമാണ്. ഈ കേരളത്തിൽ ഇന്ന് കോൺഗ്രസിന് CPM-നെ നേരിടാനാവില്ല. ഇന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് കോൺഗ്രസ്. ഇന്ന് CPM-ൻ്റെ അതിക്രമത്തിനും അക്രമത്തിനും എതിരെ ജനമനസ്സാക്ഷി ഉണർത്തിക്കൊണ്ടൊരു ബഹുജനാഭിപ്രായം സ്വരൂപിച്ച ഒരു ജനശക്തിയായി ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ന് ആ കെൽപ്പ് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഉള്ളൂ. ഇന്ന് ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയ്ക്ക് കേരളത്തിൽ അതിൻ്റെ വേരോട്ടം വിപുലമാണ്, വ്യാപകമാണ്. അത്തരത്തിലുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രവർത്തനം ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോകും. എന്തെല്ലാം എതിർപ്പുകളും വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിലും, ഏതെല്ലാം വിധത്തിലുള്ള മാധ്യമ വിചാരണകളുണ്ടായാലും അതിനെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് നേടിക്കൊണ്ട് പാർട്ടി പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് ഒന്നായി നിന്നുകൊണ്ട് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മുന്നോട്ടേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് കൂടുന്ന കോർ കമ്മിറ്റി അതെല്ലാം വളരെ വിശദമായി പരിചിന്തനം ചെയ്യും, വളരെ വിശദമായി പരിശോധിക്കും. അങ്ങനെ ഭാവി
പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ആവശ്യമായിട്ടുള്ള കർമ്മ പദ്ധതിക്ക് രൂപം നൽകുക തന്നെ ചെയ്യും. പിന്മാറാൻ പണം വാഗ്ദാനം ചെയ്തെന്ന ആരോപണത്തിലാണ് ഈ നടപടി. അദ്ദേഹത്തിന്റെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള കള്ളക്കേസുകൾ ഇനിയും ധാരാളം എടുത്തുവെന്ന് വരാം. പക്ഷെ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പാർട്ടിക്ക് അതുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. പാർട്ടിയെ പൊതുജന മധ്യത്തിൽ ഒരു പരിഹാസ്യപാത്രമാക്കി മാറ്റിയെടുക്കാനും നശിപ്പിക്കാനും വേണ്ടി ഇന്ന് CPM കേരള സർക്കാർ പല വിധത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. ഇതിനൊക്കെ അതിജീവിക്കാനുള്ള കരുത്തുണ്ട്, അത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ഈ ധർമ്മരാജനുമായിട്ട് BJP വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തവർക്കെല്ലാം ധർമ്മരാജനുമായിട്ട് നല്ല പരിചയമുണ്ടെന്ന് തന്നെ അവർ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഇലക്ഷന്റെ സാധന സാമഗ്രികൾ മാത്രം കൊണ്ടുവരാൻ വേണ്ടി ഒരു BJP അധ്യക്ഷൻ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ വിളിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? അത് എത്രയോ കീഴ്ഘടകങ്ങൾ ആളുകൾക്ക് വിളിക്കാൻ അദ്ദേഹത്തെ ഇദ്ദേഹം തന്നെ നേരിട്ട് വിളിച്ചു. ഇതൊക്കെയാണല്ലോ ദുരൂഹത നിലനിൽക്കുന്നത്. അല്ല, തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട കാര്യമല്ലേ ഈ സാമഗ്രികളുടെ കാര്യം. പോസ്റ്റർ കൊണ്ടുവന്ന കാര്യത്തിൽ പിന്നെ പോസ്റ്ററും പ്രചരണ സാമഗ്രികളെല്ലാം തന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. അതിനെ അവഗണിക്കാൻ പറ്റും. കേരളത്തിലുടനീളം പ്രചരണ പരിപാടികളാണ് ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്താറുള്ളത്. അതെയല്ലോ. അല്ല, അത് കേസുകൾ അന്വേഷണം നടക്കട്ടെ. അതെ, പരാതിക്കാരൻ്റെ കോൾ ലിസ്റ്റുകൾ മാത്രം എടുത്ത് പരിശോധിക്കുന്നത് ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികളുണ്ട്. ആ പ്രതികളുടെ ഫോൺ കോൾ അവരാരെയൊക്കെ വിളിച്ചു, അവരെയൊക്കെ ഈ കസ്റ്റഡിയിൽ നിന്നും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത തടങ്കലിൽ നിന്നും ഒക്കെ വിമോചിപ്പിക്കാൻ വേണ്ടി ആരെയൊക്കെ അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്, അവരെ പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ചവരാരൊക്കെയാണ്. അതിൽ MLAക്ക് പങ്കുണ്ട്, പല ASFൻ്റെ നേതാക്കന്മാർക്ക് പങ്കുണ്ട്, DYFയുടെ നേതാക്കന്മാർക്ക് പങ്കുണ്ട്. അത് അന്വേഷിക്കട്ടെ. അല്ല, അതൊരു കവർച്ച സംബന്ധിച്ച ഒരു കേസിൽ പരാതിക്കാരനാണ്. അതേപ്പറ്റി അന്വേഷണം നടത്തട്ടെ. അയാൾ കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ളത് അന്വേഷിക്കട്ടെ, നടത്തിക്കോട്ടെ. നമ്മൾ ഈ കേസ് അല്ല, കേസിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ BJPയുടെ നേതാക്കന്മാർ പറയുന്നുണ്ട്. ആരും ഒളിച്ചോടി പോയിട്ടില്ല, ഒളിവിൽ പോയിട്ടില്ല. ഏതവസരത്തിലും ഹാജരാകാൻ തയ്യാറായി തന്നെയാണ് നിൽക്കുന്നത്. ആരും നെഞ്ചുവേദനയാണെന്നോ അല്ലെങ്കിൽ കോവിഡ് ആണെന്നോ എന്നൊന്നും പറഞ്ഞ് അവധിക്ക് അപേക്ഷിച്ചിട്ടില്ല. ഏത് കാര്യങ്ങളും ചോദിക്കാം, ചോദിച്ചോട്ടെ. ചോദ്യം ചെയ്തു എന്നുള്ളതുകൊണ്ട് പ്രതിയാണോ? തൃപ്തിയില്ലെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഈ കേസിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നില്ലല്ലോ. പക്ഷപാതപരമായി BJPയെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം ഒരു അന്വേഷണത്തെ കരിപ്പിടിപ്പിച്ചു കൊണ്ടിരുന്നത് എന്തിനാണ്? പോലീസ് ഒരു CPM പ്രവർത്തകനെ പോലെയാണോ പ്രവർത്തിക്കേണ്ടത്? അവർ പാർട്ടിയുടെ വക്താക്കളാണോ? അവർ പാർട്ടിക്ക് വേണ്ടിയാണോ? അവരച്ചാരം വാങ്ങിയിട്ടുണ്ടോ BJPയെ നശിപ്പിച്ചു കൊള്ളാമെന്ന്? ഇതൊക്കെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളുണ്ടാകും. പോലീസ് സംവിധാനം ഈ നാട്ടിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഒരു കുറ്റം എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നിയമാനുസൃതമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം. ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ പോകാം. നമ്മളാരും പറയുന്നില്ലല്ലോ നമ്മൾ ഒഴിവാക്കണമെന്നോ ഒന്നും ആരുടെ അടുക്കലും പറയുന്നില്ലല്ലോ. പക്ഷേ കേസിൽ പ്രതികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ്? പാർട്ടികൾ ജനങ്ങളുടെ മധ്യത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇത് പാർട്ടിയെ നശിപ്പിക്കാൻ ഒരു യോഗം കൂടാൻ, ഈ തരത്തിൽ ഒരു കോർ കമ്മിറ്റിയുടെ യോഗം കൂടാൻ പോലും അനുവദിക്കാത്ത വിധത്തിൽ പാർട്ടിയെ തകർക്കാൻ വേണ്ടി ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു സർക്കാർ ശ്രമിച്ചാൽ ആ ഫാസിസ്റ്റ് നടപടിക്കെതിരെ ജനമനസാക്ഷി ഉണർത്തിക്കൊണ്ട് ജനങ്ങളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ബഹുജനാഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് ജനാധിപത്യ മാർഗത്തിലൂടെ നീങ്ങും. സുരേന്ദ്രന്റെ മോനുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് വാർത്ത വന്ന കാര്യം താങ്കൾ തന്നെ പറഞ്ഞിരുന്നു. മോനുമായിട്ട് ഈ ധർമ്മരാജൻ പല പ്രാവശ്യവും ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു.
നേരിട്ട് കൂടിക്കാഴ്ച നടത്തി, കോന്നിയിൽ കൂടിക്കാഴ്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പൊ അന്വേഷണ സംഘം ഈ സുരേന്ദ്രൻ മോനെ വിളിക്കുന്നത്. ഈ സുരേന്ദ്രൻ മോന് പാർട്ടിയുമായിട്ട് എന്താണ് ബന്ധം? പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ഒരു വ്യക്തിയാണോ? അതൊക്കെ ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഈ സുരേന്ദ്രൻ പറഞ്ഞിട്ടാണോ ഇദ്ദേഹം ഫോണിൽ സംസാരിച്ചത്? അല്ലെന്നേ, അതൊക്കെ ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ മൊഴി രേഖപ്പെടുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ അങ്ങനെ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടിക്കെതിരെ ഈ പോലീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവിടുത്തെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനത്തെ ഞാൻ തുറന്നു കാണിക്കുന്നു. അല്ല, ഇതിലെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, കേൾക്കാം. ശ്രീ കുമ്മനം രാജശേഖരൻജി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ആ പോയിന്റിലാണ് നിങ്ങളാരും ശ്രദ്ധിക്കാത്തത്. പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങളും പ്രതികളായിട്ടുള്ള ആളുകളിൽ അവർ വിളിച്ചതിൻ്റെയും വിവരങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമല്ല, വാദിയുടെ കോൾ ലിസ്റ്റാണ് മുഴുവൻ പരിശോധിക്കുന്നത്. ഏതെങ്കിലും കേസിൽ നിങ്ങൾ ഒരു ഉദാഹരണം പറയും, വാദിയുടെ കോൾ ലിസ്റ്റിലുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് ആ ആളുകൾക്കെതിരായിട്ട് അന്വേഷണം നടന്ന ഏതെങ്കിലും ഒരു കേസ്, പ്രതികളുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ച് ആ പ്രതികൾക്ക് ബന്ധമുള്ള ആളുകളെ ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് വിളിക്കുന്നില്ല? അവരെ ചോദ്യം ചെയ്യാൻ വിളിക്കാത്തത് എന്താ? എന്തുകൊണ്ട് വാദിയുടെ കോൾ ലിസ്റ്റ് മാത്രം പരിശോധിച്ചിട്ട് ഇത് നടത്തുന്നു? ഇത് പ്രതികാര നടപടിയല്ലേ? ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ കേസ് അന്വേഷണത്തിന് ഞങ്ങൾ ഒരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞ കേസൊക്കെ അന്വേഷിച്ചോ, പക്ഷേ ഏതെങ്കിലും ഒരു കേസിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പരാതി കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ ഫോൺ കോൾ ലിസ്റ്റ് പരിശോധിച്ചിട്ട് ആ ആളുകളെ മുഴുവൻ വിളിച്ചു വരുത്തുക. ധർമ്മരാജൻ BJP-കാരനാണെന്ന് പറഞ്ഞല്ലോ. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ BJP-കാരുണ്ടാവുക. പരാതിയിൽ തന്നെ ചില വ്യാജ കാര്യങ്ങളാണ് തെളിഞ്ഞിട്ടുണ്ട്. അതായത് 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 3.5 കോടിയായി ഇപ്പോൾ 9.5 കോടിയോളം രൂപ എത്തി നിൽക്കുന്നു. ധർമ്മരാജൻ തന്നെ ഒരു ജനുവിനായ ആളല്ലെന്നാണ് ആര് പറഞ്ഞു? അങ്ങനെയാണ് ഇത് ഒരു കഥ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു. പണ്ടൊരു വിമാനം അപകടം നടന്നിട്ട് ശ്മശാനത്തിൽ വീണു വിമാനം. അപ്പോൾ അവിടെ ചെന്നിട്ട് ആൾക്കാർ തപ്പിയെടുത്തു. 2000 ബോഡി കിട്ടി. ആ 2000 ബോഡി വിമാനത്തിലുള്ളതാണെന്നാണോ എൻ്റെ അർത്ഥം? ആരുടെയോ കയ്യിൽ നിന്ന് പണം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ ധർമ്മരാജൻ്റെതാണെന്ന് എങ്ങനെ തെളിയിക്കുന്നത്? ആര് പറഞ്ഞു? ധർമ്മരാജൻ്റെതാണെങ്കിൽ ധർമ്മരാജനെ കണ്ടുപിടിക്കണം. ധർമ്മരാജന്റെ കയ്യിൽ ഈ പണം എവിടുന്ന് വന്നു? ഈ പണത്തിന്റെ ഉടമസ്ഥരാരാണെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ. പോലീസ് അതനുസരിച്ച്, അതുകൊണ്ടല്ലേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് കൊടുക്കാത്തത്? ഈ കേസ് അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസ് റെഫർ ചെയ്യണ്ടേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പ്രസ്താവന നടത്തുന്നതിന് പകരം ഗവൺമെന്റ് അത് കൊടുക്കട്ടെ നിയമപരമായിട്ട്. ഞാൻ ആവശ്യപ്പെടുന്നില്ലല്ലോ. ഞാൻ നിങ്ങളുടെ വാദങ്ങളിലെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുക. നിങ്ങൾ ഈ ധർമ്മരാജനെ പറ്റി മാത്രം ചോദിക്കുക എന്താ? മാർട്ടിനും റിജിലിനും പറ്റി ചോദിക്കാത്തത് എന്താ? എനിക്കത് മനസ്സിലാവുന്നില്ല. ഇല്ലല്ല, അതെന്താ ചോദിക്കാത്തത്? എന്നിട്ട് പിന്നെ തീർന്നു. അവരുടെ കോൾ ലിസ്റ്റിനെ കുറിച്ച് എന്താ പറയുന്നു? അവരുടെ പാർട്ടി ബന്ധത്തെ കുറിച്ച് എന്താ പറയുന്നു? അവരാരെയൊക്കെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് എന്താ ചോദിക്കാത്തത്? ഞാൻ ചോദിക്കുന്നത് അല്ല, അവരുടെ മറ്റവരുടെ സ്റ്റേറ്റ്മെന്റ് ഇല്ലെന്നല്ലേ അർത്ഥം? അതാണ് എന്റെ ചോദ്യം. എന്തുകൊണ്ട് അവരുടെ സ്റ്റേറ്റ്മെന്റിൽ ഇതില്ലാതെ വരുന്നത് എന്താ? ഇത് ചോദിക്കാത്തത് എന്താ? അല്ല, ഇത് വരാത്തത് എന്താ? ഈ പരസ്പര വൈരുദ്ധ്യത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇത് തന്നെയാണ് CPM നേരത്തെ പറഞ്ഞിരുന്നത്. അനുകൂലമായ പ്രതികൾ എതിർഭാഗത്തിന് അനുകൂലമായ കാര്യങ്ങൾ മാത്രം കൊടുക്കുന്നു, കേന്ദ്ര ഏജൻസികൾ അത് മാത്രം പുറത്തുവിടുന്നതായിരുന്നു അവരുടെ പരാതി. എങ്ങനെ? സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ CPM-നെതിരായ കാര്യങ്ങൾ മാത്രമേ കേന്ദ്ര ഏജൻസി അല്ല, പ്രതിസ്ഥാനത്തുള്ള ഒരു കേസിലെ പ്രതിസ്ഥാനത്തുള്ളവരുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിളിച്ച ആൾക്കാരെ മുഴുവൻ കണ്ടുപിടിക്കുന്നത്. കേന്ദ്രവുമായിട്ട് ബന്ധമുള്ള കേന്ദ്രമന്ത്രി തന്നെ ഇവിടെ ഇരിക്കുന്നു. ഇത്രയും ഒരു കേരളത്തിലെ പോലീസ് BJP ഇല്ലാതാക്കാൻ പോകുന്നു. ഇത് സാമ്പത്തിക കുറ്റകൃത്യമാണ്. എന്തുകൊണ്ട് ED-യോട് അന്വേഷണം ആവശ്യപ്പെടുന്നില്ല? താങ്കൾ ധൈര്യമായിട്ട് ആവശ്യപ്പെടാതെ ED അന്വേഷിക്കണം. അങ്ങനെയല്ല. ED അന്വേഷിക്കണമെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമം എന്താണെന്ന് കേരള പോലീസിനും സർക്കാരിനും അറിയാമെങ്കിൽ അവർ ആ നടപടിക്രമം പൂർത്തിയാക്കും. ഞാനുണ്ടല്ലോ പോലീസ് കേസ് അന്വേഷിക്കുന്നത്. അതൊക്കെ പോലീസിന്റെ ചുമതലയല്ലേ? തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 2 സ്ഥലങ്ങളിലും മത്സരിക്കുകയും ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് കള്ളപ്പണം കടത്താനാണെന്നാണ് ആരോപണം. അതിനെങ്ങനെയാണ്
അല്ല, പ്രസിഡന്റ്, താങ്കളുടെ മകളിലേക്ക് അന്വേഷണത്തിൽ താങ്കളുടെ കുടുംബത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. അതിനെക്കുറിച്ച് താങ്കളൊന്നും പ്രതികരിക്കുന്നില്ല. താങ്കളുടെ കുടുംബത്തിലേക്ക് കടന്നുകയറ്റം ഉണ്ടായി. എന്റെ മകളിലേക്ക് ഒരു അന്വേഷണം എത്തിക്കാൻ കഴിയില്ല. താങ്കളൊരു പ്രതികരണം വേണമല്ലോ. അതൊക്കെ വരട്ടെന്ന് എനിക്ക്. ഞാൻ 300 കേസിൽ ഇപ്പം തന്നെ പ്രതിയായിട്ടുള്ള ആളാണ്, ഒരു കുറ്റവും ചെയ്യാതെ. ഈ ഗവൺമെന്റിൽ നിന്ന് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അത്രേ ഉള്ളൂ. എന്തിനു വിളിച്ചു ധർമ്മരാജനെ? നിങ്ങൾ എവിടുത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിത് പറയുന്നത്? നിങ്ങൾ ആരും ഇത് പറഞ്ഞു? ധർമ്മരാജനെ വിളിച്ചോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യം പോലീസ് അന്വേഷിച്ച് പറയട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ് കൂടിക്കാഴ്ച നടത്തി പിന്നെ അത്രയും വിളിച്ചെന്നൊക്കെ നിങ്ങൾ കുറെ വാർത്തകൾ കൊടുക്കുകയാണ്. എനിക്കിപ്പോ മറുപടി അത് ശരിയാണല്ലോ. ഉപ്പ് പിന്നെന്താ ഉപ്പ് തിന്നാൻ എല്ലാവരും വെള്ളം കുടിക്കണം. പിന്മാറിയത് അദ്ദേഹം തന്നെ അത് വാർത്താസമ്മേളനം നടത്തി പറഞ്ഞതല്ലേ. പണം കൊടുത്താണ് അന്ന് പിന്മാറിയത്. ഇപ്പൊ എത്ര കൊടുത്തിട്ടാണ് മാറ്റി പറഞ്ഞത്? അതിന്റെ പിന്നാലാണ് അതാണ് അന്വേഷിക്കുന്നത്. ബിജെപിക്ക് വേണ്ടി പിന്മാറിയതെങ്കിൽ ഇപ്പൊ എത്ര പണം കൊടുത്തിട്ടാണ് മാറ്റി പറയുന്നത്? BJP കോർ കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായിട്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത്. സംസ്ഥാന അധ്യക്ഷന് പകരം കുമ്മനം രാജശേഖരനായിരുന്നു വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും വിശദീകരിച്ചത്. ഇത് CPM സർക്കാർ ബോധപൂർവമായി എടുത്തൊരു കേസാണ്, ഗൂഢാലോചനയോടെ എടുത്ത കേസാണ്. ഈ കേസുമായി മുന്നോട്ട് പോകട്ടെ, ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണ്. ഇതിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റുമുണ്ടായിട്ടില്ല എന്നുള്ള നിലപാടാണ് പ്രധാനമായും കുമ്മനം രാജശേഖരൻ സ്വീകരിച്ചത്. എല്ലാ അന്വേഷണം നടക്കട്ടെ എന്നുള്ള നിലപാട് തന്നെയായിരുന്നു കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഇനി നിർണായകമായ കോർ കമ്മിറ്റി യോഗത്തിലേക്ക് BJP നേതാക്കൾ കടക്കുകയാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.